യാക്കോബായ വിഭാഗവും സർക്കാരും ഈ തിരഞ്ഞെടുപ്പിൽ ഒത്തുകളി നടത്തുന്നു. കോടതി വിധികളെ ദുർവ്യാഖ്യാനം ചെയ്ത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് ഒന്നിനു പിറകെ ഒന്നായി പല പല കാരണങ്ങൾ പറഞ്ഞ് വിധി നടത്തിപ്പ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകുകയും അതുവഴി അനർഹമായി കൈവശം വെച്ചിട്ടുള്ള ഓർത്തഡോക്സ് സഭയുടെ ദേവാലയങ്ങൾ തുടർന്നും കൈവശം വെച്ച് അനുഭവിക്കാം എന്ന ദുഷ്ടലാക്കോടെ തെരഞ്ഞെടുപ്പ് വേളയിൽ സഭാതർക്കം ചർച്ചയാക്കി ഇല്ലാത്ത വോട്ട് കാണിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള കുടില ശ്രമമാണ് യാക്കോബായ വിഭാഗം നടത്തുന്നത്. സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുക എന്നത് മാത്രമാണ് നിയമാനുസൃതം സർക്കാരിന് ചെയ്യാനുള്ളത്. വിധി വന്നിട്ട് 7 വർഷത്തോളം ആകുന്നു. ഈ 7 വർഷത്തിനിടയിൽ ഒരിടത്തു പോലും സ്വന്തം വാദം തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും രേഖ സമർപ്പിക്കാൻ യാക്കോബായക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനിയും വിധി നടത്തിപ്പിന് കാത്തിരിക്കേണ്ടതില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച സമാധാന ഫോർമുല ഉൾപ്പെടെ സമാധാന ശ്രമങ്ങളെല്ലാം തള്ളിക്കളയുന്ന രീതിയാണ് യാക്കോബായ വിഭാഗം ചെയ്തു വരുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ വിധി നടപ്പാക്കാൻ വൈകിപ്പിക്കുന്നത്? വിധി നടപ്പാക്കുന്നതിലൂടെ ഭരണക്രമീകരണം നിയന്ത്രിക്കുന്നു എന്നല്ലാതെ ആരും പള്ളിയോ പള്ളിയുടെ സ്വത്തുക്കളോ എടുത്തുകൊണ്ട് പോകില്ല. ഓരോ ഇടവകയിലും അതാത് ഇടവക പൊതുയോഗത്തിന്റെ തീരുമാനപ്രകാരം ഭൂരിപക്ഷമുള്ളവർ ഭരണം നിർവഹിക്കും. ആർക്കും പള്ളിപ്പണം കൈയിട്ട് വരി കീശയിലിടാൻ കഴിയില്ലെന്ന് മാത്രമാണ് ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം. പാത്രിയാർക്കീസ് ബാവയ്ക്ക് പോലും മനസ്സിലായ കാര്യങ്ങൾ ഇവിടെയുള്ള യാക്കോബായക്കാർ അറിയാത്ത പോലെ അഭിനയിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. ഇതിന് പിണറായി സർക്കാർ കൂട്ടുനിൽക്കരുത്.